മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ജന്മനാട്ടിലെത്തിയ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.ടി. ജലീൽ ആദ്യമെത്തിയത് തനിക്ക് ഏറെ പ്രിയപ്പെട്ട തവനൂരിലെ വൃദ്ധസദനത്തിലേക്കാണ്. ജലീലിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് കെട്ടിവെക്കാനുള്ള തുക നൽകിയതും ഇവിടുത്തെ അന്തേവാസികളായിരുന്നു. താൻ മന്ത്രിയാകണമെന്നത് ഇവരുടെ വലിയ ആഗ്രഹമായിരുന്നെന്നും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായെന്നും ജലീൽ പറഞ്ഞു. മന്ത്രിയായാൽ ആദ്യം ഇവിടെ എത്തണമെന്ന തവനൂർ ഓൾഡേജ് ഹോമിലെ അന്തേവാസികളുടെ നിർദ്ദേശം ശിരസാവഹിച്ചാണ് മന്ത്രി ജന്മനാട്ടിലെത്തിയ ഉടനെ തവനൂരിലെ വൃദ്ധസദനത്തിലെത്തിയത്. മുൻപ് MLA ആയിരുന്നപ്പോഴും ഇവിടുത്തെ സ്ഥിരം സന്ദർശകനായിരുന്നു ജലീൽ. തെരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം നൽകിയതും ഇവിടുത്തെ അന്തേവാസികളായിരുന്നു. താൻ ഇത്തവണ മന്ത്രിയാകണമെന്നത് ഇവിടുത്തെ അന്തേവാസികളുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഇപ്പോൾ അത് യാഥാർത്ഥ്യമായെന്നും ജലീൽ പറഞ്ഞു. ഇവിടെ വരിക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ ആഗ്രഹം സഫലമായതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇവിടുത്തെ ആരോരുമില്ലാത്ത രക്ഷകർത്താക്കളായി ഞാൻ കരുതുന്ന അമ്മമാരുടെയും അച്ഛന്മാരുടെയും പ്രാർത്ഥനയും അവരുടെ വലിയ ആഗ്രഹവുമാണ് ഇപ്പോൾ സഫലമായിരിക്കുന്നത്. സ്വജനപക്ഷപാത മുക്തമായി ഈ ഉത്തരവാദിത്തം നിർവഹിക്കാൻ എനിക്ക് കഴിയട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അതാണ് എനിക്ക് എൻ്റെ അഭ്യുദയകാംക്ഷികളോടും എന്നെ സ്നേഹിക്കുന്നവരോടും നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങളോടും കേരളത്തിലെ നല്ലവരായിട്ടുള്ള മനുഷ്യരോടും പറയാനുള്ളത്. വാക്കുപാലിച്ച മന്ത്രിയെ ആവോളം സ്നേഹിച്ചാണ് തവനൂരിലെ അച്ഛന്മാരും അമ്മമാരും യാത്രയാക്കിയത്. സ്ഥിരം സന്ദർശകനായതുകൊണ്ട് തന്നെ യാത്ര ചോദിക്കാതെ വീണ്ടും വരാനായി മന്ത്രിയും മടങ്ങി. റിപ്പോർട്ടർ മലപ്പുറം.